നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരീ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരോടും നന്ദി പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ദിവസവും കൂടിയാണ് ഇന്ന്. കാരണം മഹാഭാരതം കഥ പറച്ചിലിൻ്റെ ഒരു ചെറിയ നാഴികക്കല്ല് പിന്തുടരുന്ന നാഴികക്കല്ല് തുടങ്ങുന്ന ദിവസമാണെന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ട് വനപർവം എന്ന് പറയുന്ന മഹാഭാരതത്തിലെ 3-ാമത്തെ അധ്യായം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പുതിയ പർവ്വമായിട്ടുള്ള വിരാട പർവ്വം ആരംഭിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഈ മഹാഭാരതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. വ്യാസഭഗവാൻ എഴുതിയ 1,20,000-ൽ പരം ശ്ലോകങ്ങളെ വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു മഹാത്മാവ് അദ്ദേഹം ഗദ്യത്തിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുകയുണ്ടായി. ഇത് 60കളിൽ ചെയ്തൊരു കാര്യമാണ്. അത് DC ബുക്സ് പിന്നീട് 6 വാല്യങ്ങളുള്ള പുസ്തകമാക്കി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നാളുകളായി ദൗത്യം ആരംഭിച്ചിട്ട് ഇന്ന് നമ്മളുടെ 160ാമത്തെ വീഡിയോ ആണ്. അപ്പം ഇതൊരു ചെറിയ നാഴികക്കല്ല് പിന്നിടാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വിരാടപർവ്വത്തിലെ അധ്യായമായിട്ടുള്ള പാണ്ഡവ പ്രവേശ പർവ്വം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് കേൾക്കുന്നത്. അപ്പോൾ ജനമേജയൻ ചോദിക്കുകയാണ്, അല്ലയോ ബ്രാഹ്മണ, എൻ്റെ പൂർവികരായിട്ടുള്ള മുത്തച്ഛന്മാർ ദുര്യോധനെ ഭയന്ന് വിരാടനഗരിയിൽ എങ്ങനെയാണ് അജ്ഞാതരായി താമസിച്ചത്? പവിത്രയും ഭാഗ്യവതിയും വിവേകശാലിയുമായിട്ടുള്ള കൃഷ്ണയെ എങ്ങനെയാണ് അവിടെ അജ്ഞാതവാസം നയിച്ചത്? വൈശമ്പായനൻ പറഞ്ഞു, വിരാടനഗരത്തിൽ നിങ്ങളുടെ പൂർവികരായിട്ടുള്ള പാണ്ഡവർ എങ്ങനെയാണ് അജ്ഞാതവാസം നടത്തിയതെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ധർമ്മിഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരൻ ധർമ്മദേവനിൽ നിന്നും വരം വാങ്ങിയതിന് ശേഷം ആശ്രമത്തിൽ തിരിച്ചെത്തി. എല്ലാ ബ്രാഹ്മണരെയും വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. അതിനുശേഷം ബ്രാഹ്മണൻ്റെ അരണിക്കൂട്ടം തിരിച്ചു കൊടുത്തു. പിന്നെ തൻ്റെ സഹോദരന്മാരെ എല്ലാവരെയും അരികെ വിളിച്ച് യുധിഷ്ഠിരൻ പറഞ്ഞു, നാം ഇപ്പോൾ രാജ്യം വിട്ട് വനത്തിൽ താമസം തുടങ്ങിയിട്ട് 12 വർഷം കഴിയുന്നതാണ്. 13ാമത്തെ വർഷവും അടുത്തു. ഇത് വളരെ പ്രയാസകരവും കഠിനകരവുമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അർജുന, നമുക്ക് ഒളിച്ചു താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം നോക്കി കണ്ടുപിടിക്കുകയും മറ്റാരും അറിയാതെ 1 വർഷം നമുക്ക് താമസിക്കാൻ പറ്റിയ ഇടവും ആയിരിക്കണം അത്. അർജുനൻ പറഞ്ഞു, ധർമ്മരാജാവിൻ്റെ വരദാനമുള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായി സഞ്ചരിക്കാം. നമ്മളെ ആരും തിരിച്ചറിയില്ല എന്നതിൽ സംശയമില്ല. നമുക്ക് താമസിക്കാൻ പറ്റിയ രാജ്യങ്ങൾ ചിലത് ഞാൻ പറയാം. സൗകര്യപ്രദവും സുരക്ഷിതവുമായിട്ടുള്ള ഒരിടം അങ്ങ് നോക്കി തിരഞ്ഞെടുക്കുക. കുരുരാജ്യത്തിന് ചുറ്റുമായി ധാരാളം സമ്പന്നമായിട്ടുള്ള നാടുകളുണ്ട്. പാഞ്ചാലം, ചേതി, മത്സ്യം, ശൂരസേനം, പടച്ചരം, ദശാർണം, നവരാഷ്ട്രം, മല്ലം, ശ്വാലം, യുഗന്ധരം, കുന്തിരാഷ്ട്രം, സുരാഷ്ട്രം, ആവന്തി. ഈ പറഞ്ഞവയിൽ അങ്ങേക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ്? അവിടെ നമുക്ക് 1 വർഷം താമസിക്കാം. യുധിഷ്ഠിരൻ പറഞ്ഞു, മഹാബലവാനുള്ള അർജുന, ധർമ്മദേവൻ പറഞ്ഞത് നീ കേട്ടില്ലേ? ആ പ്രഭു പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളെ സംഭവിക്കൂ. താമസിക്കാൻ മനോഹരവും ശുദ്ധവും സുഖകരവുമായിട്ടുള്ള സ്ഥലം നാം എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കണം. അങ്ങനെയുള്ള സ്ഥലത്ത് പേടിയില്ലാതെ താമസിക്കുകയും വേണം. മത്സരാജാവായിട്ടുള്ള വിരാടൻ ബലവാനും പാണ്ഡവരോട് സ്നേഹമുള്ളവനുമാണ്. ധർമ്മിഷ്ഠനും ദാനശീലനും പ്രായമായവനും എല്ലാവർക്കും പ്രിയപ്പെട്ടവനുമാണ് അദ്ദേഹം. ഉണ്ണി, മത്സരാജ്യത്ത് നമുക്ക് 1 വർഷം മുഴുവനും അവനെ സേവിച്ച് അവിടെ താമസിക്കാം. കുരുവംശത്തിലെ വീരന്മാരെ ഏതേത് ജോലികളാണോ നാം ചെയ്യാൻ തീരുമാനിക്കുന്നത് അത് ചെയ്യാൻ തയ്യാറായി വിരാട് രാജാവിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം. അർജുനൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് വിരാടപുരിയിൽ രാജാവേ, അങ്ങ് എന്ത് ജോലിയാണ് ചെയ്യുക? അങ്ങേക്ക് എന്ത് ജോലിയാണ് ഇഷ്ടം? അങ്ങാണെങ്കിൽ ദാനശീലനും ധർമ്മിഷ്ഠനും സൗമ്യനും സത്യവീരനുമാണ്. ഞങ്ങളുടെ യജമാനായിട്ടുള്ള അങ്ങ് ഈ ആപത്തിൽ എന്ത് ജോലിയാണ് ചെയ്യാൻ പോകുന്നത്? മറ്റുള്ളവരെ പോലെ രാജാവ് ദുഃഖമൊന്നും അറിയുന്നില്ല. അങ്ങനെയുള്ള അങ്ങ് ഈ മഹാവിപത്ത് എങ്ങനെ മറികടക്കും? യുധിഷ്ഠിരൻ പറഞ്ഞു, ഞാൻ വിരാടനഗരത്തിൽ ചെന്നിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ കേൾക്കൂ. യോഗ്യനായിട്ടുള്ള രാജാവിൻ്റെ കൂട്ടുകാരനായി ഇരിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. കുങ്കൻ എന്ന പേരിൽ ആ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ ഞാൻ ചൂതുകളിൽ താല്പര്യമുള്ളവനായി വിരാടൻ്റെ ഇഷ്ടം നേടി ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. വൈഡൂര്യം, സ്വർണം, ദന്തം തുടങ്ങിയ കൊണ്ടുള്ള മനോഹരമായിട്ടുള്ള കരുക്കൾ ഉപയോഗിച്ച് ഞാൻ കളിക്കും. മിത്രങ്ങളെപ്പോലെ വിരാടനോട് എന്നോട് താല്പര്യമുണ്ടാവുകയും ചെയ്യും. എന്നെ ആരും അവിടെ തിരിച്ചറിയില്ല. രാജാവ് മുൻവിവരങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, പണ്ട് യുധിഷ്ഠിരൻ്റെ ജീവനെപ്പോലുള്ള സുഹൃത്തായിരുന്നു ഞാനെന്ന്. എൻ്റെ ഉദ്ദേശം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി ഭീമ, നീ വിരാടൻ്റെ കൂട്ടുകാരത്തിൽ എങ്ങനെ ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഭീമസേനൻ പറഞ്ഞു, ഞാനൊരു നല്ല പാചകക്കാരനായി വല്ലഭൻ എന്ന പേരിൽ വിരാട് രാജാവിനെ സേവിക്കാനാണ് വിചാരിക്കുന്നത്. ഞാൻ സമർത്ഥനായിട്ടുള്ള പാചകക്കാരനായി ആ രാജാവിന് കറികൾ വെച്ച് മുൻപേ അവിടെയുള്ള പാചകക്കാരെയൊക്കെ തോൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പ്രീതി നേടും. ധാരാളം വിറവ് വെട്ടിക്കൊണ്ടുവരും. ആ വലിയ പാരമ്പര്യ ജോലികൾ കാണുമ്പോൾ രാജാവ് എന്നെ ജോലിക്കാരനായി നിയമിക്കും. എൻ്റെ അമാനുഷികമായിട്ടുള്ള പ്രവൃത്തികൾ കാണുമ്പോൾ രാജാവിൻ്റെ ഭൃത്യന്മാരൊക്കെ എന്നെ രാജാവിനെ പോലെ ബഹുമാനിക്കും. അങ്ങനെ ഭക്ഷണവും പാനീയങ്ങളും വേണ്ടതുപോലെ ഉപയോഗിച്ച് രാജാവിനെ പോലെ ഞാൻ ജനങ്ങളുടെ പ്രീതി സമ്പാദിക്കും. ഇടഞ്ഞ ആനകളോ കാളകളോ എത്ര ശക്തരായാലും ഞാൻ അവയെ പിടിച്ചു നിർത്തും. മല്ലന്മാർ രാജസന്നിധിയിൽ വന്നാൽ ഞാൻ അവരോട് മൽപ്പിടുത്തം നടത്തി രാജാവിനെ സന്തോഷിപ്പിക്കും. അത്തരം ഗതായുധത്തിൽ ഞാൻ ആരെയും അടിച്ചു കൊല്ലുകയില്ല. മരണം സംഭവിക്കാത്ത രീതിയിൽ ഞാൻ അവരെ അടിച്ച് വീഴ്ത്തിക്കളയും. ആനക്കാരനായും കാളകളെ കെട്ടുന്നവനായും പാചകക്കാരനായും ഞാൻ യുധിഷ്ഠിരൻ്റെ ഗ്രഹത്തിൽ പാർത്തവനാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ അവരോട് പറയും. ഇങ്ങനെ ഞാൻ എന്നെ തന്നെ കാത്തുകൊണ്ട് നടക്കും. ഇപ്രകാരമാണ് ഞാൻ വിരാടനഗരത്തിൽ
താമസിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. യുധിഷ്ഠിരൻ പറഞ്ഞു, മഹാവീര്യവാനും മഹാബാഹുവും തോൽപ്പിക്കാനാവാത്തവനുമായിട്ടുള്ള അർജുന, എന്ത് ജോലിയെടുത്താണ് ഒരു വർഷം വിരാട രാജാവിൻ്റെ സന്നിധിയിൽ ജീവിക്കാൻ നീ പോകുന്നത്? താണ്ഡവദാഹത്തിൽ അഗ്നിഭഗവാനെ സന്തോഷിപ്പിച്ചവനും ഇന്ദ്രനെ ജയിച്ചവനും അഹിരാക്ഷസന്മാരെ ഒറ്റത്തേരിൽ തോൽപ്പിച്ചവനും എതിർക്കാനാവാത്തവനുമായിട്ടുള്ള അർജുനൻ എന്തു ജോലിയാണ് അവിടെ സ്വീകരിക്കാൻ പോകുന്നത്? പാമ്പുകളിൽ ശ്രേഷ്ഠൻ ധൃതരാഷ്ട്രനാണ്, ആനകളിൽ ശ്രേഷ്ഠൻ ഐരാവതമാണ്, പ്രിയപ്പെട്ടവരിൽ ശ്രേഷ്ഠൻ പുത്രനാണ്, സുഹൃത്തുക്കൾ ശ്രേഷ്ഠത ഭാര്യയ്ക്കാണ്. ജാതിതോറും ഇങ്ങനെ ഓരോന്ന് ശ്രേഷ്ഠത കൽപ്പിക്കുന്നു. പ്രകാരം വില്ലാളികൾ ശ്രേഷ്ഠനാണ് അർജുനൻ. ഇവൻ്റെ 2 നീണ്ട കൈകളിലും വില്ലിൻ്റെ ഞാൻ വലിച്ച തഴമ്പുകൊണ്ട് കഠിനമായതാണ്. ഈ കൈകളെ അർജുനൻ എങ്ങനെ ഒളിപ്പിച്ച് പിടിക്കാൻ കഴിയും? ദേവന്മാരിൽ ഇന്ദ്രനെപ്പോലെയും പക്ഷികളിൽ ഗരുഡനെപ്പോലെയും മൃഗങ്ങളിൽ കടുവയെപ്പോലെയും വില്ലാളികൾ ശ്രേഷ്ഠനായിട്ടുള്ള അർജുനൻ വിരാട നഗരത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നു? എങ്ങനെ അജ്ഞാതനായിട്ട് ജീവിക്കാൻ നിനക്ക് സാധിക്കും? അർജുനൻ പറഞ്ഞു, രാജാവേ, ഞാനൊരു നപുംസകമാണെന്ന് പറഞ്ഞു പ്രതിജ്ഞ നിറവേറ്റിക്കൊള്ളാം. മറയ്ക്കുവാൻ എളുപ്പമല്ല എൻ്റെ വില്ലിലെ ഞാൻ തഴമ്പുകൾ. ആ തഴമ്പുകൾ ഞാൻ കൈനിറയെ വളയിട്ട് മറച്ചുകൊള്ളാം. കാതുകൾ കുണ്ടലങ്ങളിടും, കൈകളിൽ ശംഖവിളകളും. നപുംസകമായി മുടി മടഞ്ഞുകെട്ടി പെണ്ണിൻ്റെ വേഷം സ്വീകരിച്ച് ബൃഹന്നള എന്ന പേരിൽ അന്തഃപുര സ്ത്രീകളെയൊക്കെ സന്തോഷിപ്പിച്ച് ഞാൻ അവിടെ താമസിക്കാം. ആട്ടവും പാട്ടും കൊട്ടും വാദ്യവും പലതരത്തിൽ വിരാടൻ്റെ അന്തഃപുര സ്ത്രീകളെ ഞാൻ പഠിപ്പിക്കാം. ഞാൻ എൻ്റെ മായാവിദ്യ കൊണ്ട് ആരെയും അറിയിക്കാതെ നാട്ടുകാർക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് എന്നെ മറച്ചു പിടിക്കാം. യുധിഷ്ഠിരൻ്റെ ഗ്രഹത്തിൽ പാഞ്ചാലിയർ ദാസിയായിരുന്നുവെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയുകയും ചെയ്യാം. വൈശമ്പായൻ കഥ തുടരുകയാണ്. അപ്പോൾ യുധിഷ്ഠിരൻ മറ്റൊരു സഹോദരനോട് ചോദിച്ചു, ഉണ്ണി നകുല, നീ ആ രാജാവിൻ്റെ രാജ്യത്ത് പോയി എന്ത് പണി ജോലിയെടുത്താണ് ജീവിക്കാൻ പോകുന്നത്? പറയുക. യുവാവായിട്ടുള്ള നീ ഏറ്റവും ശൂരനും സുന്ദരനും നല്ല സ്വഭാവമുള്ളവനുമാണല്ലോ. നകുലൻ പറഞ്ഞു, ഞാൻ വിരാട് രാജാവിൻ്റെ കുതിരക്കാരനെ കഴിഞ്ഞോളാം. എനിക്ക് കുതിരകളെപ്പറ്റിയൊക്കെ നല്ല അറിവുണ്ട്. അവയെ പരിരക്ഷിക്കുകയും ചെയ്യാം. പേര് ഗ്രന്ഥികൻ എന്ന് മാറ്റുകയും ചെയ്യാം. വിരാടപുരനാസികളെങ്ങാനും ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ മുമ്പ് യുധിഷ്ഠിര രാജാവിൻ്റെ കുതിരകളുടെ കാര്യങ്ങൾ നോക്കുന്നവനായിരുന്നുവെന്ന്. ഇങ്ങനെ രഹസ്യമായി ഞാൻ വിരാട നഗരത്തിൽ താമസിച്ചുകൊള്ളാം. യുധിഷ്ഠിരൻ അപ്പോൾ സഹദേവനോട് ചോദിച്ചു, നീ എങ്ങനെ രാജാവിൻ്റെ അടുത്ത് പോയി താമസിക്കും? എന്ത് ജോലിയെടുത്തിട്ടാണ് അവിടെ രഹസ്യമായി കഴിയാൻ വിചാരിക്കുന്നത്? സഹദേവൻ പറഞ്ഞു, വിരാട് രാജാവിൻ്റെ പശുക്കളെ സംരക്ഷിക്കുന്നവനായി ഞാൻ പശുക്കളെ മേയ്ക്കുന്നവനും പശുക്കളെ കറക്കുന്നവനും പരിശോധിക്കുന്നവനും കഴിയുന്നവനായി നിന്നുകൊള്ളാം. അതിനുള്ള കഴിവ് എനിക്കുണ്ട്. നന്ദിവാലൻ എന്ന പേര് ഞാൻ സ്വീകരിക്കാം. അങ്ങ് അറിയുന്ന വിധം തന്നെ ജീവിക്കുകയും ചെയ്യാം. നല്ലതുപോലെ സൂക്ഷിച്ച് നടക്കുകയും ചെയ്യാം. എന്നെപ്പറ്റി അങ്ങയ്ക്ക് ഒരു ശങ്കയും വേണ്ട. പണ്ട് എന്നെ അങ്ങ് പശുക്കളുടെ ചുമതല ഏൽപ്പിക്കുകയുണ്ടായില്ലേ? അന്ന് എൻ്റെ അറിവിനെപ്പറ്റി അങ്ങേക്ക് അറിയാമല്ലോ. ഞാൻ ഈ പറഞ്ഞ പ്രകാരം ജീവിച്ചുകൊള്ളാം. അതിലെനിക്ക് എന്നും താല്പര്യമുള്ളതാണ്. ആരും ഇനി അറിയുകയുമില്ല. അങ്ങയുടെ രാജാവിനെ ഞാൻ സംതൃപ്തനാക്കും. യുധിഷ്ഠിരൻ പറഞ്ഞു, നമുക്ക് ജീവനേക്കാൾ പ്രിയപ്പെട്ടവളായിട്ടുള്ള ദ്രൗപദി എന്ത് ജോലിയെടുത്തിട്ടാണ് അവിടെ കൊട്ടാരത്തിൽ താമസിക്കാൻ പോകുന്നത്? മറ്റ് സ്ത്രീകളെപ്പോലെ ഇവൾക്ക് തൊഴിലുകളൊന്നും അറിഞ്ഞുകൂടല്ലോ. ഇവൾ രാജകുമാരിയല്ലേ? ഇത്ര നല്ല സ്വഭാവമുള്ള ഇവൾ എന്ത് ജോലിയെടുത്ത് ജീവിക്കും? പൂമാലയും കുങ്കുമക്കുറിയും ആഭരണങ്ങളും വസ്ത്രങ്ങളും അല്ലാതെ അവൾക്ക് എന്തറിയാം? ജനിച്ചത് മുതൽ ഈ രാജകുമാരിക്ക് എന്ത് അറിയാനാണ് ഇതല്ലാതെ? ദ്രൗപദി പറഞ്ഞു, നാട്ടിൽ സ്വതന്ത്രരായി നടക്കുന്ന സൈരന്ധ്രിമാർ ദാസികളായി മറ്റ് വീടുകൾ താമസിക്കുകയും ഇഷ്ടം പോലെ സ്വന്തം ഇഷ്ടപ്രകാരം സഞ്ചരിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ലെന്നതാണ് ലോകരീതി. അവർ അതുകൊണ്ട് എപ്പോഴും സംരക്ഷിക്കപ്പെടുന്നവരുമാണ്. അങ്ങനെ ഞാൻ ഒരു സൈരന്ധ്രിയായി വിരാടപുരിയിൽ പോകാം. മുടി മനോഹരമായി കെട്ടുന്ന ജോലിയിൽ ഞാൻ ഏർപ്പെടാം. പേര് സൈരന്ധ്രി എന്ന് തന്നെ പറയാം. ചോദിച്ചാൽ ഞാൻ യുധിഷ്ഠിരൻ്റെ ഗ്രഹത്തിൽ പട്ടം കക്ഷിയായിരുന്ന പാഞ്ചാലിയുടെ ദാസിയായിരുന്നെന്ന് പറയുകയും ചെയ്യാം. ഞാൻ രാജ്യഭാരിയായിട്ടുള്ള സുദേഷണയുടെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ അവളോടൊപ്പം താമസിക്കുന്ന എന്നെ അവർ സംരക്ഷിക്കും. അങ്ങ് വിഷമിക്കേണ്ട. യുധിഷ്ഠിരൻ പറഞ്ഞു, പാഞ്ചാലി, നീ ഉത്തമമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. നീ കുലീനിയായിട്ടുള്ള സ്ത്രീയാണ്. പാപം എന്നാൽ എന്താണെന്ന് നീ അറിയുന്നില്ല. നീ കരുതലോടെ എല്ലാം ചെയ്തുകൊള്ളുക. യുധിഷ്ഠിരൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ജോലികളെക്കുറിച്ചൊക്കെ പറഞ്ഞുവല്ലോ. എനിക്കും എൻ്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ തീരുമാനിച്ചത് ബോധ്യമായി. ഇനി നമ്മുടെ പുരോഹിതനായിട്ടുള്ള ധൗമ്യൻ അഗ്നിഹോത്രങ്ങൾ സംരക്ഷിക്കട്ടെ. രഥം ഓടിക്കുന്നവർ ദ്രുപദൻ്റെ കൊട്ടാരത്തിലേക്ക് പോകൊള്ളട്ടെ. ഇന്ദ്രസേനൻ തുടങ്ങിയവർ വെറും തേരും കൊണ്ട് ദ്വാരകയിലേക്ക് പോകട്ടെ. ഇങ്ങനെയാണ് ഞാൻ തീരുമാനിക്കുന്നത്. പാഞ്ചാലിയെ ശുശ്രൂഷിക്കുന്ന ഈ സ്ത്രീകൾ പാഞ്ചാല രാജ്യത്തേക്കും സൂതന്മാരോടൊപ്പം പൊക്കോളട്ടെ. എല്ലാവരും പറയണം, ദൈതവനത്തിൽ വെച്ചിട്ട് ഞങ്ങളെ വിട്ട് പാണ്ഡവർ എല്ലാവരും പോയി, അവരെ കാണാതായി എന്ന്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. അവർ തമ്മിൽ സംസാരിച്ച് ഓരോ ജോലിയും ഉറപ്പിച്ച് ആ വിവരം ധൗമ്യനെ കണ്ടു പറഞ്ഞു. ധൗമ്യം പറഞ്ഞു, പാണ്ഡവർക്കെല്ലാം മംഗളം ഭവിക്കട്ടെ. ബ്രാഹ്മണരോടും സുഹൃത്തുക്കളോടും എന്ന പോലെ യാത്രയിലും യുദ്ധത്തിലും ഹോമകാര്യങ്ങളിലും എങ്ങനെ ഇടപെടണമെന്ന് ശാസ്ത്രം വഴി ഗ്രഹിച്ചിട്ടുള്ളവരാണല്ലോ നിങ്ങൾ. യുധിഷ്ഠിര, അങ്ങും അർജുനനും പാഞ്ചാലിയെ നല്ലപോലെ സംരക്ഷിക്കണം. സാധാരണ ജനങ്ങളുടെ സ്വഭാവം എന്താണെന്ന് അങ്ങേക്ക് അറിവുള്ളതാണ്. അറിവുണ്ടെങ്കിലും സ്നേഹമുള്ളവർ പിന്നെയും നല്ല ഉപദേശങ്ങൾ നൽകും. ഇത് ശാശ്വതമായിട്ടുള്ള ധർമ്മമാണ്, ആഗ്രഹവും അർത്ഥവുമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. രാജകൊട്ടാരത്തിൽ താമസിക്കുക എന്നതിൻ്റെ ഗുണദോഷങ്ങൾ നിങ്ങൾ രാജപുത്രന്മാരാണെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. രാജകൊട്ടാരത്തിൽ നിന്നും ദോഷങ്ങൾ ബാധിക്കാത്ത വിധം അവിടെ താമസിക്കാൻ വളരെ പ്രയാസമാണ്. ബഹുമാനം കിട്ടിയാലും ഇല്ലെങ്കിലും രഹസ്യമായിട്ടാണെങ്കിലും അവിടെ താമസിക്കണം. പിന്നെ 14ാമത്തെ വർഷത്തിൽ ഇഷ്ടം പോലെ സ്വതന്ത്രമായി സഞ്ചരിക്കാമല്ലോ. രാജപുത്രന്മാർ എന്ന പദവി മറന്ന് രാജസേവനം ചെയ്യണം. രാജാവ് ആരെയും പ്രത്യേകമായി വിശ്വസിക്കേണ്ടവനല്ല. എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ നാഥനാണ്. അതുകൊണ്ട് എല്ലാ പ്രജകളെയും ഒരുപോലെ സ്നേഹിക്കുന്നവനായിരിക്കും രാജാവ്.
രാജാവിന് ആരോടും പ്രത്യേക താല്പര്യമില്ലാത്തതുകൊണ്ട് രാജാവിനെ ആരും പ്രത്യേകമായി വിശ്വസിച്ച് പോകരുത്. എത്ര സ്നേഹിക്കുന്നുണ്ടെങ്കിലും മുൻകൂട്ടി അറിയിക്കാതെ രാജാവിനെ ചെന്ന് കാണരുത്. മറ്റൊരാൾ വന്ന് ആക്രമിക്കാത്ത സ്ഥാനമേ കരുതാവൂ. വാഹനം, മെത്ത, ഇരിപ്പിടം, ആന, തേർ എന്നിവയിൽ താൻ രാജസേവകനാണെന്ന് വിചാരിച്ച് കയറിയിരുന്നാൽ രാജധാനിയിൽ താമസിക്കാൻ കഴിയാതെ വരും. ചോദിക്കാതെ രാജാവിനോടൊന്നും കയറി ചെന്ന് പറയരുത്. ഒന്നും മിണ്ടാതിരിക്കുകയാണെങ്കിൽ അവിടെ നിൽക്കണം. സമയം നോക്കി പുകഴ്ത്തണം. സ്തുതിക്കുകയാണെങ്കിലും കള്ളം പറഞ്ഞ് പുകഴ്ത്തരുത്. നുണ പറയുന്നവരെ രാജാവ് വെറുക്കും. മന്ത്രിയായാലും നുണ പറഞ്ഞാൽ രാജാവ് അപമാനിക്കാതെ വിടില്ല. ഒരിക്കലും രാജഭാര്യമാരെ സേവിക്കുവാൻ പോകരുത്. അന്തഃപുരവാസികളോടും രാജാവിനെ വെറുക്കുന്നവരോടും രാജാവിന് ഇഷ്ടമില്ലാത്തവരോടും ഒരിക്കലും സൗഹൃദം ഉണ്ടാക്കരുത്. ചെറിയ കാര്യങ്ങളായാലും രാജാവ് അറിയുന്ന വിധത്തിലേ ചെയ്യാവൂ. ഇപ്രകാരം സൂക്ഷിച്ചു പെരുമാറിയാൽ അവന് യാതൊരു ആപത്തും സംഭവിക്കുകയില്ല. രാജാവിനെ തീ എന്ന പോലെയും ദേവന്മാരെ പോലെയും സൂക്ഷിച്ച് ശ്രദ്ധയോടെ പരിചരിക്കണം. കള്ളത്തരത്തോടെയാണ് പരിചരിക്കുന്നതെങ്കിൽ രാജാവ് ഉടനെ അവനെ ഇല്ലാതാക്കും. യജമാനൻ എന്തെന്ത് കൽപ്പിക്കുന്നുവോ അതിനൊത്ത് നിൽക്കണം. അന്താളിത്തം, അഹങ്കാരം, ദേഷ്യം ഇവയൊക്കെ ദൂരെ കളയണം. കാര്യാലോചനയിൽ ഗുണകരമായതും ഇഷ്ടമായതുമേ പറയാവൂ. ഇഷ്ടത്തേക്കാൾ ഗുണകരമായിരിക്കണം കൂടുതലായിട്ടുണ്ടാവുക. പരിഭ്രമം വിട്ട് ഗുണകരവും പ്രിയവുമായിട്ടുള്ള കാര്യങ്ങൾ എന്നും ചെയ്യുക. രാജാവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യരുത്, പറയുകയും അരുത്, നിലവിട്ട് പ്രവർത്തിക്കരുത്. ഇങ്ങനെയാൽ രാജസന്നിധിയിൽ താമസിക്കാം. ഇടത്തോ വലത്തോ വശങ്ങളിലോ പണ്ഡിതന്മാർക്കിരിക്കാം. ശാസ്ത്രം പഠിച്ച കാവൽക്കാർ നിൽക്കേണ്ടത് പിന്നിലാണ്. മുന്നിൽ കയറിയിരിക്കുന്നത് എന്നും വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. തിരുമുമ്പിൽ വെച്ച് ഒന്നും കയറി ചെന്ന് വാങ്ങരുത്. ദരിദ്രർക്ക് പോലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണത്. രാജാക്കന്മാർ പറഞ്ഞ അബദ്ധങ്ങൾ മറ്റാരോടും പറയരുത്. കള്ളം പറയുന്നവരെ രാജാവ് കുറ്റപ്പെടുത്തും. അഹങ്കാരം കാണിക്കുന്നവനെ അവമാനിക്കുകയും ചെയ്യും. രാജാവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തന്നെ ചെയ്യുന്നവൻ പ്രിയപ്പെട്ടവനായി സുഖമായി കഴിയുകയും ചെയ്യും. വളരെ ഐശ്വര്യവും രാജ്യസേവയും നേടിയാലും രാജാവിൻ്റെ ഇഷ്ടത്തിലും ഗുണകരമായിട്ടുള്ള കാര്യങ്ങളിലും പരിഭ്രമം കാണിക്കരുത്. ഇപ്രകാരം രാജസന്നിധിയിൽ ജീവിക്കുന്നവൻ ബുദ്ധിമാന്മാരാൽ അംഗീകരിക്കപ്പെടും. ആരും അവനിൽ കുറ്റം ആരോപിക്കുകയില്ല. പരിഹാസത്തിന് ചിലർക്ക് കാരണമുണ്ടായാലും വല്ലാതെ ചിരിക്കരുത്. കഴുതക്കാരനെ പോലെ ഉറക്കെ ചിരിക്കരുത്. സന്തോഷം സൂചിപ്പിക്കാൻ മൃദുവായിട്ടുള്ള പുഞ്ചിരി കാണിക്കണം. ലാഭമുണ്ടാകുമ്പോൾ വല്ലാതെ സന്തോഷിക്കരുത്. അപമാനിച്ചാൽ വിഷമിക്കാനും പാടില്ല. രാജസേവയിൽ ശ്രദ്ധയോടെ നിന്നാൽ രാജധാനിയിൽ പാർക്കാം. രാജാവിനെയും രാജപുത്രനെയും എപ്പോഴും പുകഴ്ത്തുന്ന പണ്ഡിതനായിട്ടുള്ള മന്ത്രി രാജസന്നിധിയിൽ വളരെക്കാലം നിലനിൽക്കും. കാരണമില്ലാതെ താഴ്ത്തിക്കെട്ടിയാലും ശിക്ഷിച്ചാലും രാജാവിനെക്കുറിച്ച് കുറ്റം പറയാത്തവൻ വീണ്ടും സമ്പത്ത് നേടുന്നതാണ്. നേരിട്ടും അല്ലാതെയും രാജാവിനെക്കുറിച്ച് ഗുണം പറയുന്നവനാണ് മിടുക്കൻ. അവൻ ഏത് നാട്ടിലിരുന്നാലും ആ രാജാവിൻ്റെ സേവകനായി തീരുന്നതാണ്. രാജാവിനെ വകവെക്കാതെ സുഖഭോഗങ്ങൾ അനുഭവിക്കുന്ന മന്ത്രി അധികകാലം നിലനിൽക്കുകയില്ല. അവൻ ജീവൻ അപകടത്തിലാക്കുന്ന അവസ്ഥയിൽ ചെന്ന് ചാടും. തൻ്റെ നന്മ കണ്ട് താൻ മറ്റുള്ളവരെക്കാൾ ഉയർന്നവനാണെന്ന് രാജാവിനോട് പറയരുത്. രാജാവിനേക്കാൾ വലിയവനാണ് താനെന്ന് ഭാവിക്കരുത്. രാജാവ് മറ്റൊരാൾക്ക് ആജ്ഞ നൽകുമ്പോൾ അടിയൻ എന്താണ് വേണ്ടതെന്ന് കൽപ്പിച്ചാലും അത് ഞാൻ ചെയ്യാം എന്ന് പറയുന്നവൻ രാജധാനിയിൽ ദീർഘകാലം പാർക്കും. രാജാവിനെ നിഴൽ പോലെ പിന്തുടരുന്ന ബലവാനും ശൂരനും മൃദുവായും സത്യമായും സംസാരിക്കുന്നവനും അടക്കമുള്ളവനും രാജധാനിയിൽ ദീർഘകാലം പാർക്കും. അകത്തും പുറത്തും എപ്പോഴും രാജാവ് കൽപ്പിച്ചാൽ മടിക്കാതെ സ്വീകരിക്കുന്നവന് രാജധാനിയിൽ പാർക്കാം. രാജാവിനെ പോലെയുള്ള ആഡംബര വസ്ത്രങ്ങൾ അണിയാതിരിക്കുക. രാജാവിനേക്കാൾ ഉയർന്ന നിലയിൽ തൊട്ടടുത്ത് തന്നെ ഇരിക്കാതിരിക്കുക. ജോലിക്ക് നിശ്ചയിച്ച് അയച്ചാൽ പണത്തിൽ കൈവെക്കരുത്. ധനം അപഹരിച്ചാൽ തടവോ വധശിക്ഷയോ ലഭിക്കും. വാഹനം, ആഭരണം, വസ്ത്രം എന്നിവ രാജാവ് എന്ത് തരുന്നുവോ അതേ എപ്പോഴും ധരിക്കാവൂ. എന്നാൽ അവർ രാജാവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരായിത്തീരും. ഇപ്രകാരം മനസ്സിനെ നിയന്ത്രിച്ച് കരുതലോടെ പാണ്ഡവരെ, 1 വർഷം നിങ്ങൾ ഐശ്വര്യത്തെ സംരക്ഷിക്കുവിൻ. പിന്നെ സ്വന്തം രാജ്യത്ത് വന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നടക്കാം. ഇത് കേട്ടിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, മഹർഷേ, അങ്ങയിൽ നിന്ന് ഞങ്ങൾ ഉപദേശം സ്വീകരിച്ചിരിക്കുന്നു. അങ്ങേക്ക് ശുഭം സംഭവിക്കട്ടെ. ഇപ്രകാരം ഉപദേശം നൽകുവാൻ ഞങ്ങളുടെ അമ്മയായിട്ടുള്ള കുന്തിയും വിതുരരുമല്ലാതെ വേറെ ആരുണ്ട്? ഇനിയും വേണ്ടതെല്ലാം അങ്ങ് നടത്തിക്കൊള്ളുമല്ലോ. ഈ ദുഃഖത്തിൽ നിന്ന് കരകയറുവാനും യാത്രയ്ക്ക് മംഗളമുണ്ടാകുവാനും വിജയം സിദ്ധിക്കുവാനും അങ്ങ് നല്ല കർമ്മങ്ങൾ ചെയ്യുക. വൈശമ്പായനൻ പറഞ്ഞു. ഇപ്രകാരം യുധിഷ്ഠിരൻ പറഞ്ഞപ്പോൾ ബ്രാഹ്മണശ്രേഷ്ഠനായിട്ടുള്ള ധൗമ്യൻ യാത്രയ്ക്ക് മുമ്പ് ചെയ്യേണ്ടതായിട്ടുള്ള വിധിപ്രകാരമുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് അവർക്കുള്ള അഗ്നി ജ്വലിപ്പിച്ചു, മന്ത്രപൂർവ്വം ഹോമിച്ചു. ഐശ്വര്യത്തിനും പുരോഗതിക്കും ഭൂമിയിലെ വിജയത്തിനും വേണ്ടിയിട്ട് ഹോമിച്ചു. അഗ്നിയെ വലം വെച്ച് പിന്നെ തപസ്സുകളായിട്ടുള്ള ബ്രാഹ്മണരെയും വലം വെച്ച് ദ്രൗപദിയെ മുന്നിൽ നടത്തി പാണ്ഡവർ യാത്ര തിരിച്ചു. ആ വീരന്മാർ പോയതിനു ശേഷം താപസനായിട്ടുള്ള ധൗമ്യൻ ഹോമകുണ്ഡങ്ങളുമായി പാഞ്ചാലപുരിയിലേക്കും പോയി. ഇന്ദ്രസേനൻ തുടങ്ങിയവർ പറഞ്ഞ പ്രകാരം തന്നെ യാദവപുരിയിലേക്ക് പോയി. രഥങ്ങളും കുതിരകളെയും സംരക്ഷിച്ച് കാര്യങ്ങൾ രഹസ്യമായി വെച്ചിട്ട് അവരവിടെ സുഖമായി താമസിച്ചു. ഇനി നമ്മൾ അസ്ത്രങ്ങളെ ഒളിപ്പിക്കൽ എന്നുള്ള ഭാഗത്തെ കഥകളാണ്. വൈശമ്പായനം പറഞ്ഞു, ആ വീരന്മാർ വാളും അമ്പുംകൂടും ധരിച്ച് ഉടുമ്പിൻതോൽ കൊണ്ടുള്ള കയ്യുറകളും ഇട്ട് യമുനാ തീരത്തുകൂടി തെക്കേവശം പറ്റി കാൽനടയെ നടന്നു. വനവാസം കഴിഞ്ഞ് സന്തോഷത്തോടുകൂടിയും നാട് നേടാനുള്ള പ്രയത്നത്തോടു കൂടിയിട്ടാണ് അവരുടെ യാത്ര. വസന്തകാലമായിരുന്നു അത്. ആ വില്ലാളികൾ മനോഹരമായിട്ടുള്ള മലയിടുക്കുകളിലൂടെ പോയി. മൃഗങ്ങളെ കൊന്ന് വിശപ്പടക്കുകയും കൊടുങ്കാടുകൾ കടന്നു അവർ നടന്നു. ദശാരണത്തിൻ്റെ വടക്കും പാഞ്ചാലത്തിൻ്റെ തെക്കുമായിട്ടുള്ള
ശൂരസൈന്യത്തിൻ്റെ ഇടയ്ക്കുള്ള വഴിയിലൂടെ കാട്ടിൽ വേട്ടക്കാരുടെ വേഷത്തിൽ നിറം മങ്ങിയവരും മീശയും താടിയും വളർത്തിയവരുമായി ആ പാണ്ഡവർ നടന്ന് മത്സരാജ്യത്തെത്തി. അവിടെ ജനവാസമില്ലാത്ത സ്ഥലത്തെത്തിയപ്പോൾ കാൽനടയെ വന്നതുകൊണ്ട് പാഞ്ചാലി വല്ലാതെ തളർന്നുപോയി. അവൾ പറഞ്ഞു, ഒറ്റയടിപ്പാത കാണുന്നുണ്ട്, വിരാട് നഗരം ദൂരത്തായിരിക്കും, ഈ രാത്രി ഇവിടെ താമസിക്കുക, എനിക്ക് വല്ലാതെ ക്ഷീണം തോന്നുന്നു. യുധിഷ്ഠിരൻ പറഞ്ഞു, അർജുന, നീ പാഞ്ചാലി എടുത്ത് നടക്കുക, കാട് വിട്ടാൽ പിന്നെ രഹസ്യമായിട്ട് വേണം നഗരത്തിൽ പോയി താമസിക്കാൻ. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഉടനെ പാഞ്ചാലിയും എടുത്ത് ഒരു ആനയെപ്പോലെ നടന്ന് നഗരത്തിൽ നിരത്തെത്തിയപ്പോൾ അർജുനൻ അവളെ താഴെയിറക്കി. യുധിഷ്ഠിരൻ അർജുനനോട് പറഞ്ഞു, ഉണ്ണി അർജുന, ആയുധങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ട് വേണം നഗരത്തിലേക്ക് കിടക്കുവാൻ. നാം ആയുധങ്ങളുമായി നഗരത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ ആ നാട്ടുകാർക്ക് പരിഭ്രമമുണ്ടാകും. അതിൽ യാതൊരു സംശയവുമില്ല. ഭൂമിയിൽ നാട്ടുകാർക്കൊക്കെ അറിവുള്ളതാണ് വലിയ ഗാന്ധീപം. ആ വലിയ ആയുധവുമായിട്ട് നാം നഗരത്തിലേക്ക് ചെന്നാൽ ഉടനെ നമ്മളെ മനുഷ്യരൊക്കെ തിരിച്ചറിയും. അതിനെ യാതൊരു സംശയവുമില്ല. പിന്നെ നാം വീണ്ടും 12 വർഷം കാട്ടിൽ കഴിയേണ്ടി വരും. ഒരാളെ അറിഞ്ഞാലും മതിയല്ലോ, അങ്ങനെയാണല്ലോ സത്യം. അർജുനൻ പറഞ്ഞു, ഇതായി കുന്നിൻ്റെ മുകളിൽ വലിയ ശാഖകളോട് കൂടിയിട്ടുള്ള ഒരു ശമീവൃക്ഷം നിൽക്കുന്നുണ്ട്. സമീപത്തായി ഒരു ചുടുകാടും കാണുന്നുണ്ട്. മനുഷ്യരാരും ഇവിടെ വരില്ല എന്നാണ് തോന്നുന്നത്. അല്ലയോ പാണ്ഡുപുത്രന്മാരെ, നാം ആയുധങ്ങൾ ഇവിടെ വെച്ചാൽ ആരും കാണുകയില്ല. ഈ വൃക്ഷം വഴിയിൽ നിന്ന് മാറി മുകളിലാണ് നിൽക്കുന്നതും. മാനുകളും പുലികളും ഒക്കെ കൂടുന്നതാണ് ആ സ്ഥലം. പ്രത്യേകിച്ചും ഭയങ്കരമായിട്ടുള്ള ചുടുകാടിൻ്റെ അടുത്താകിയാൽ ജനങ്ങളുടെ സഞ്ചാരം കുറഞ്ഞു വരിക്കും. നമ്മുടെ ആയുധങ്ങൾ ഈ ശമീവൃക്ഷത്തിൽ ഒളിച്ചു വെച്ച് നമുക്ക് നഗരത്തിൽ ചെന്ന് പേടികൂടാതെ സഞ്ചരിക്കാം. ഇപ്രകാരം ധർമ്മരാജാവായിട്ടുള്ള യുധിഷ്ഠിരനോട് പറഞ്ഞ് അർജുനൻ ആയുധങ്ങൾ വെക്കുവാനായിട്ട് ഒരുങ്ങി. ദേവന്മാരെയും മനുഷ്യരെയും ജയിച്ചതും പ്രഭയുള്ളതും സിദ്ധന്മാരായിട്ടുള്ള കരുത്തരെ നശിപ്പിച്ചതുമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഗാന്ധീവത്തിൻ്റെ ഞാൻ അർജുനൻ അഴിച്ചു. നാദമൊന്ന് കേട്ടാൽ തന്നെ ശത്രുക്കൾ ഭയപ്പെടുന്നതും പർവ്വതം പിളരുന്നതുപോലെ ഉടിമുഴക്കം പോലെ ശബ്ദിക്കുന്നതും ജയദ്രഥ മഹാരാജാവിനെ കശക്കി വിട്ടതുമായിട്ടുള്ള വില്ലിൻ്റെ ഞാൻ ശക്തനായിട്ടുള്ള ഭീമസേനനെ ഒഴിച്ചു. പാണ്ഡവനായിട്ടുള്ള നകുലൻ ചുവന്ന മുഖമുള്ളവനും കരുത്തനും മാതൃപുത്രനുമായിട്ടുള്ള അവൻ യുദ്ധത്തിൽ സിംഹവീര്യമായിട്ടുള്ള ധീരൻ പടിഞ്ഞാറ് ദിക്കിനെ ജയിച്ച തൻ്റെ വില്ലിൻ്റെ ഞാൻ അഴിച്ചു. സഹദേവൻ തെക്ക് ദിക്കിനെ ജയിച്ചതായിട്ടുള്ള തൻ്റെ വില്ലിൻ്റെ ഞാനും അഴിച്ചു. തിളങ്ങുന്ന നീണ്ട വാളുകളും വലിയ ആവനാഴികളും പലതരം അമ്പുകളും വില്ലോടുകൂടി തന്നെ വെച്ചു. അതിനുശേഷം യുധിഷ്ഠിരൻ നകുലനോട് ആജ്ഞാപിച്ചു, ഈ ശമീവൃക്ഷത്തിൻ്റെ മുകളിൽ കയറി ഈ വില്ലുകൾ വെച്ചുകൊള്ളുക. കൽപ്പന പോലെ നകുലൻ മരത്തിൽ കയറി അതിൻ്റെ പോട്ടിൽ വില്ലുകളും മറ്റും വെച്ചു. അതിന് പാകമായി കണ്ട ദിവ്യരൂപങ്ങൾ മഴ പെയ്താൽ നനയുമെന്ന് തോന്നിയവയെല്ലാം കയറുകൊണ്ട് ഭദ്രമായി ചുറ്റിക്കെട്ടി അടച്ചു. ഉടനെ പാണ്ഡവന്മാർ ഒരു ശവം ദൂരെ നിന്ന് കാണാവുന്നതും ആ മരത്തിൽ കെട്ടിത്തൂക്കി. മനുഷ്യരാ ശമീവൃക്ഷം ദൂരെ നിന്ന് കണ്ടാൽ പോലും ഒഴിഞ്ഞു മാറിപ്പോകണം. അതിൽ ശവം നിൽക്കുന്നുണ്ട്, മോശം ഗന്ധമുണ്ടെന്ന് പറഞ്ഞ് ഒഴിയണം. അതായിരുന്നു അതിൻ്റെ ഉദ്ദേശം. ഇവർ ഞങ്ങളുടെ ബഹുമാനിക്കപ്പെടുന്ന അമ്മയാണ്, ഞങ്ങളുടെ വംശധർമ്മമാണ്, പണ്ടേ കൊണ്ട് നടപ്പുള്ളതുമാണ്. ആയുധങ്ങളൊക്കെ മരത്തിൻ്റെ പൊത്തിൽ വെച്ചതിന് ശേഷം അവർ ആ മരത്തിനോട് ഇപ്രകാരം പറയുകയും ചെയ്തു. ആ വഴിക്ക് കണ്ട ആട്ടിടയന്മാരോടും ശമീവൃക്ഷത്തെ ഞങ്ങൾ അമ്മയെ കരുതുണ്ടെന്ന് പറയുകയും ചെയ്തു. ശത്രുക്കളെ നശിപ്പിക്കുന്നവരുമായിട്ടുള്ള പാണ്ഡവർ പുറത്തിറങ്ങി ജയൻ, ജയന്തൻ, വിജയൻ, ജയസേനൻ, ജയൽബലൻ എന്നീ രഹസ്യനാമങ്ങളും യുധിഷ്ഠിരൻ അവർക്ക് കൽപ്പിച്ചു കൊടുത്തു. പിന്നെ സത്യം ചെയ്ത പ്രകാരം അവർ മഹാപട്ടണത്തിലേക്ക് കയറി. രാജ്യത്തിൽ 13ാമത്തെ വർഷം അജ്ഞാതവാസത്തിനായി അവർ നടന്നു. നമ്മൾ ഇന്ന് വിരാടപർവത്തിലെ ആദ്യത്തെ ഒരു ഭാഗം, ഒരു ഉപാധ്യായത്തിൻ്റെ ഭാഗമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്നോടൊപ്പം സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും, അതോടൊപ്പം തന്നെ ഈ കഥയോട് താല്പര്യം തോന്നി എന്നോടൊപ്പം കൂടിയിട്ടുള്ളവർക്കും ഒക്കെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.